ഉണ്ടാകും. പടച്ച റബ്ബ് തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 118-19 വചനങ്ങളിൽ വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദൻ വലാ യസാലൂന മുഖ്തലിഫീൻ. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരേ സമൂഹമാക്കുമായിരുന്നു. ഡോക്ടർമാർ എല്ലാവരും, എഞ്ചിനീയർമാർ എല്ലാവരും, അതല്ലെങ്കിൽ ഒരേ ആദർശക്കാർ എല്ലാവരും, ഒരേ വർണ്ണക്കാർ എല്ലാവരും, ഒരേ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ ആക്കുമായിരുന്നു. പക്ഷേ പടച്ച റബ്ബിന് അങ്ങനെ താല്പര്യമില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, വിവിധ കാരണങ്ങളാൽ അവർ വിഭിന്നരായി തീർന്നുകൊണ്ടേയിരിക്കും. വലാ യസാലൂൻ, സമൂഹമാകും, മുഖ്തലിഫീൻ, വ്യത്യസ്തരാകും. അതിന് പല കാരണങ്ങളുണ്ടാകും. വർണ്ണമാവാം. യൂറോപ്യൻസിന്റെ കളറല്ല ആഫ്രിക്കൻസ്. യൂറോപ്പിൽ തന്നെ വ്യത്യസ്ത കളറുകാരുണ്ട്. വാസ്കോ ഡ ഗാമ അമേരിക്കയിലേക്ക് ആദ്യമെത്തിയപ്പോൾ അയാളുടെ യാത്ര ഇന്ത്യയിലേക്കായിരുന്നല്ലോ. അന്ന് സാംസ്കാരികമായും സാമ്പത്തികമായും അഭ്യുന്നതയിലുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്നത്തെ പോലെ 120 രാഷ്ട്രങ്ങളുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ ആ ഇൻഡെക്സിൽ 120 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടിണിയുടെ ഒക്കെ കണക്കിൽ 107ാമത്തേതായി മാറുന്ന ദയനീയതൊന്നും അന്ന് ഇന്ത്യക്കില്ലായിരുന്നു. 107ാമത്തേത്, 120ൽ 107ാമത്തേത്. വളരെ പാവപ്പെട്ട് അമേരിക്ക ക്ലസ്റ്റർ ബോംബിട്ട് തകർത്ത് കളഞ്ഞ അഫ്ഗാൻ പോലും നമ്മുടെ മുമ്പിൽ. നാണക്കേടാണ്, സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. നമ്മുടെ 1 രൂപയ്ക്ക് അഫ്ഗാനിസ്ഥാൻ്റെ 1 റുപ്യ കിട്ടൂലേ. നമ്മുടെ 1 റുപ്യയും 60 പൈസയും കൊടുക്കണം, എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ 1 രൂപ നമുക്ക് കിട്ടുള്ളൂ. കളച്ചു മറിക്കപ്പെട്ടൊരു നാട്. വ്യവസ്ഥാപിതമായൊരു ഭരണഘടന ഉണ്ടോയെന്ന് പോലും നമുക്ക് ഇപ്പോഴും സംശയിക്കേണ്ട ഒരു നാട്. അതിനോട് പോലും ഒപ്പം നിൽക്കാൻ സാമ്പത്തികമായി നമ്മൾ ഭദ്രമല്ല. ഇതൊരു വസ്തുതയാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഇന്ത്യയുടെ വിഭവങ്ങളായിരുന്നു ലോകത്തിന് ആവശ്യം.